ചിരിക്കുന്ന കൊന്നപ്പൂവിന് കീഴെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു. കാർഷിക സമൃദ്ധമായ ഇന്നലെകളുടെ ഓർമ്മ കൂടിയാണ് മലയാളിക്ക് വിഷു. ഐശ്വര്യപൂർണമായ ഒരു വർഷത്തിന്റെ തുടക്കം കൂടി വിഷുദിനം ഓർമ്മിപ്പിക്കുന്നു. സമൃദ്ധിയുടെ പൊൻകണി കണ്ടാണ് മലയാളിയുടെ വിഷുദിനം തുടങ്ങുന്നത്. നിറഞ്ഞു കത്തുന്ന നിലവിളക്കിന് മുന്നിൽ ഓട്ടുരുളിയിൽ അരിയും നെല്ലും പാതി നിറച്ച പട്ടും പൊന്നും കണിവെള്ളരിയും കണിക്കൊന്നയും കൺകുളിർക്കെ കാണണം. വെളിച്ചവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും ചേരുന്ന വിഷുക്കണി പുതിയ ജീവിത സംക്രമണത്തിന് വഴി തുറക്കുമെന്ന വിശ്വാസം. കണി കണ്ട ഉണരുന്നതിനോടൊപ്പം തന്നെ വിഷുദിനത്തിലെ സവിശേഷ ചടങ്ങ് വിഷുക്കൈനീട്ടമാണ്. വീട്ടിലെ മുതിർന്നവർ ഏറ്റവും ചെറിയ കുട്ടിക്ക് മുതൽ പ്രായമായവർക്ക് വരെ കൈനീട്ടം നൽകണം. കുട്ടികൾക്ക് വിഷു കമ്പിത്തിരിയുടെയും മത്താപ്പൂവിന്റെയും മാലപ്പടക്കങ്ങളുടെയും ആഘോഷമാണെങ്കിൽ വീട്ടിലെ സ്ത്രീകൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കലാണ് ആഘോഷം. ഓണം കഴിഞ്ഞാൽ കേരളീയർ ഏറ്റവും പ്രാധാന്യത്തോടെ കൊണ്ടാടുന്ന ആഘോഷവും മേടമാസത്തിലെ വിഷുവാണ്. മലയാളിക്ക് ഐശ്വര്യത്തിന്റെ പൊൻപുലരിയാണ് വിഷു. പുതുവർഷത്തിലേക്കുള്ള ചുവടുവെപ്പും. സ്നേഹത്തിന്റെ കണിവെള്ളരിക്കൊപ്പം കണിക്കൊന്നയുടെ പീതവർണ്ണവും കൈനീട്ടത്തിന്റെ ഐശ്വര്യവും. മലയാളിക്ക് പ്രതീക്ഷയുടെ മാസമാണ് മേടം. പ്രതീക്ഷയുടെ പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങുന്ന എല്ലാ മലയാളികൾക്കും റിപ്പോർട്ടറിന്റെ വിഷുദിനാശംസകൾ. ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ, മലപ്പുറം.